അപ്പം രാവിലെ 5 മണിക്ക് പോയതാ പുള്ളി. ഇത് മണി 10 മണിയായി, ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഈ മാത്തന്റെ ബലത്തിൽ ഞാനിവിടെ നിൽക്കുവാണ്. അല്ലെങ്കിലും എനിക്ക് പേടിയൊന്നുമില്ല, അത് വേറെ കാര്യം. പിന്നെ ഇപ്പോഴത്തെ സമയമല്ലയോ, വിശ്വസിക്കാൻ പറ്റാത്ത സമയമാണ്. ഗേറ്റ് കുറ്റിയിട്ടും കൊണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. എനിക്ക് കാവലായിട്ട് ഇവനിവിടെ ഉണ്ട്. ഒരീച്ച പറന്നാൽ അവൻ അറിയിക്കും നമ്മളെ. ഉണ്ടോ? പാറ്റേനെ ഈച്ചേനെ ഒക്കെ തപ്പിപ്പറക്കുവാ രാത്രി നടന്ന്. അന്ധകാരം. പിന്നെ ഇവനൊരു ഗുണമുണ്ട്, ഇവൻ പെരക്കകത്ത് കയറത്തില്ല, അങ്ങനെ നിന്നോളും. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും മെനക്കെട്ട് ഇത്ര നേരം നീക്കി ഇച്ചിരി മത്തിയുണ്ട്, അതങ്ങ് കറി വെച്ചേക്കാമെന്ന് വിചാരിച്ച്. വേണ്ട, നമ്മളെപ്പോഴും മീൻ കറി വെക്കുമ്പോഴേ നമ്മൾ ഇരിക്കുന്ന മീനാണെങ്കിൽ ഒരുപാട് ഉള്ളി ചേർക്കല്ലേ. പക്ഷെ നമ്മൾ അന്ന് കൂട്ടുമല്ലേ പിറ്റേന്നത്തേക്ക് കൂട്ടുന്ന ഉള്ളിക്കാണെങ്കിൽ നല്ലതുപോലെ, അല്ല ഉള്ളിക്ക് സോറി, നമ്മൾ ഇരിക്കുന്ന മീനാണെങ്കിൽ കുറച്ചേ ഉള്ളി ചേർക്കാവുള്ളൂ. നമ്മൾ ഇന്ന് കൂട്ടുമല്ലേ നാളെ കൂട്ടുന്ന മീൻ കറിക്കാണെങ്കിൽ ഏറെ ഉള്ളി ചേർക്കണം. നല്ല ടേസ്റ്റാണ്. കൊച്ചുള്ളി ചേർത്ത് കൊടുക്കണം. കണ്ടോ? പെരയുടെ പുറകെ കിടക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചെടുത്തുകൊണ്ട് വന്ന് മുൻവശത്തിടും. നേരം വെളുക്കും വലിയ ചതറിയ പോലെ മിറ്റം കിടക്കുന്നത്. നമ്മുടെ മത്തിക്കറി വെന്ത് വരുന്നിട്ടുണ്ട്, വെന്തുകൊണ്ടിരിക്കുന്നു. ആ നേരത്തെ നമുക്ക് 3-4 തട്ടുദോശ ഉണ്ടാക്കാം. തട്ടുദോശ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് രാത്രിയിലൊക്കെ റോഡിൽ കിട്ടുന്ന ആഹാരമാണ്, അതായത് തട്ടുകടയിൽ കിട്ടുന്ന ആഹാരമാണ് ഈ ദോശയും മീൻ കറിയും. കാരണം പിള്ളേരെ വിളിക്കാനൊക്കെ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ നമുക്ക് റോഡിൽ തട്ടുദോശക്കടക്കാർ കാണുമല്ലോ, അവരുടെ നിന്ന് കിട്ടുന്ന ആഹാരമാണ്. ചിലർ ദോശയും ഓംപ്ലേറ്റും കിട്ടും, ചിലപ്പോൾ ദോശയും മീൻ കറിയും മേടിച്ച് കഴിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. മാത്തൻ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കുവാണ്. നോക്കിക്കേ, എന്തൊരു ജാഗ്രതയോടെ നിൽക്കുന്നു. മാത്താ, അവിടെ നിന്നു കേട്ടോ. ചേട്ടാ, നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. തട്ടുദോശയും മീൻകറി നല്ല ടേസ്റ്റ് അല്ലേ? അപ്പോഴത്തേന് ഞാൻ ചൂടോടെ 2 കഴിക്കട്ടെ. മാത്തനും കൊടുക്കണം 2. മാത്തന് സാധാരണ ഞാൻ വൈകിട്ട് ആഹാരം കൊടുക്കാത്തതാ, പക്ഷെ ഇത്ര നേരം നമുക്ക് കൂട്ടിരുന്നതല്ലേ, ഇപ്പോഴും കൂട്ടിരിക്കുക. പുള്ളി വരുന്നിടം വരെ മാത്തൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. പിന്നെ ഞങ്ങൾ കയറി കഥ അടച്ചു കഴിയുമ്പോൾ മാത്തൻ സീറ്റോട്ടിൽ കയറി കിടക്കും. ദോശ ചൂടാണേ, നമുക്ക് മാത്തന് കൊടുത്തു നോക്കാം. മാത്താ, ഡാ, അയ്യോ എവിടെ പോയി? തേണ്ട ചൂടാ, പിടി. മുൻവശത്ത് പോവും, അതും കൊണ്ടേ മുൻവശത്ത് കൊണ്ടു എടുക്കേ. ചൂടാണോ? തണുത്തിട്ട് തിന്നാൽ മതി. പാവം മാത്തൻ അപ്പനെ നോക്കിയിരുന്നിരുന്നിരുന്ന് പാവം ഉറങ്ങിപ്പോയി. എത്ര നേരം കൊണ്ട് നോക്കിയിരിക്കുമായിരുന്നു. ഉറങ്ങിയെന്ന് തോന്നുന്നു. നമുക്ക് പതുക്കെ നോക്കിയിട്ട് വരാം. ഉറങ്ങിപ്പോയി.
പേടിച്ചു പോയി. നല്ല ശ്രദ്ധയാ, ശ്വാസം വിടുന്ന പോലും അറിയാൻ പറ്റും. അവനും ഉറക്കം വന്നിട്ട് വയ്യ. അയ്യോ, ഇങ്ങനെ ഇരിക്കുക. എന്താടാ മാത്ത? അയ്യോ, മാത്തൻ കാത്തിരുന്ന് മാത്തൻ ഉറങ്ങി. മണി 12 പുള്ളി ഇതുവരെ എത്തിയില്ല. പുള്ളിയുടെ ജോലി കുഴൽക്കിണറിൻ്റെ പണിക്ക് പോവുകയാണേ. കുഴൽക്കിണർ ദേഷ്യം വരും. അയ്യോ, നിനക്ക് തന്നെയല്ലേ എനിക്കും ദേഷ്യം വരുന്നുണ്ടാ. എനിക്ക് ഉറക്കം വന്നിട്ട് എനിക്ക് കണ്ണിൽ ഈർക്കിലി വെക്കേണ്ട ഗതികേടാ വന്നിരിക്കുന്നത്. മാത്ത മാത്തന്റെ കാല് മാത്തൻ തന്നെ കടിച്ചു പറിക്കുന്നു. അയ്യോ അയ്യോ, കാലൊടിഞ്ഞു പോകൂടാ. ആ കാല് ആരോടുള്ള ദേഷ്യം അവൻ ആ കാലിനോട് തീർക്കുക. അയ്യോ, കാലൊടിയുവേ. എടാ, ഇവിടെ എന്ത് വടയെ കാണിച്ചു വെച്ചിരിക്കുന്ന മാത്ത? ഉണ്ടോ? ഈ തെർമോക്കോൾ അതേണ്ട ഇതെല്ലാം കടിച്ചു പറിച്ചിട്ടിരിക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് കൂടെ അങ്ങാണ്ടൂന്ന് കൊണ്ടുവന്ന് എടുത്തിരിക്കുക. അവൻ ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുവോ, ആരെയോ കാത്ത്. ആരെയാടാ കാത്തിരിക്കുന്നേ മാത്ത? ആരെ കാത്തിരിക്കാനാ? ഇവിടെ ആപ്പാടെ ഒരുത്തന്നെ ഉള്ളൂ. പുള്ളിയെ നോക്കിയിരിക്കുക ഞങ്ങൾ രണ്ടുപേരും, അല്ലേ മാത്ത? ഇത് കണ്ടോ, അടുത്തടുത്ത് വരുന്ന ഈ ചെരുപ്പല്ല നോട്ടം ഇട്ടിരിക്കുന്നത്. കണ്ടോ കണ്ടോ? കണ്ടോ? ഒന്നില്ല എൻ്റെ കാലെ പിടിക്കണം, അല്ലെ ചെരുപ്പ്. നിങ്ങളോ പതുക്കെ നീങ്ങി വരുന്നുണ്ടോ? കള്ളൻ അവൻ കഥ പറഞ്ഞു, കാമുകന്റെ കഥ പറഞ്ഞു. കണ്ടോ? ഞാൻ കാല് മാറ്റുന്നതിനനുസരിച്ച് അവൻ നീങ്ങി വരുവേ. കണ്ടോ? ഇത് കണ്ടോ? ചൂരല് കണ്ടോടാ? ഉണ്ടോ? എന്നെ പിടിക്കാൻ വരുന്നതാ. ഞാൻ ഇനി മാറി. പിടിച്ചുപോയി. വെട്ടുതുണി എടുത്ത് പന്ത് തട്ടുന്നുണ്ടോ? കണ്ടോ? മോൾപോട്ട് എറിയാൻ നോക്കുന്ന, മുകളിലോട്ട് എറിഞ്ഞിട്ട് പിടിക്കാൻ. എടാ, എന്തുവാടാ കൊണ്ടേ കളഞ്ഞേ? കളിക്കുവാ, പന്ത് തട്ടുവാ. ഉണ്ട്. മോൾപോട്ട് എറിഞ്ഞിട്ട് പിടിക്കാൻ നോക്കുന്നതാ. പക്ഷെ അത് പല്ലലുടക്കി അവിടെ കിടക്കുക. അത് വെളിക്കൊണ്ടേക്കളാ മാത്ത. വെളിക്കൊണ്ടേക്കളാത് മ്യാത്ത്. അടിയടി. മാത്തന് വട്ടളകി. ഞാൻ പേടിച്ചു പോയി. റോഡിൽ കൂടെ ഒരു പട്ടി പോയനാ. മാതാ, മണി 12 പോന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവനെൻ്റെ ബലവാന്ന്. ആരോ റോഡിൽ കൂടെ പോന്നു. അവൻ താണ്ട് ഉറങ്ങുന്നു. ഒരു വണ്ടിയുടെ ശബ്ദം വന്നപ്പോൾ തല പൊക്കി നോക്കുന്നു. അവന് 1-2 ഉറക്കമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി വിട്ട്. ഞാനിപ്പോഴും ഇവിടെ ഇരിക്കുക. കണ്ണിൽ ഈർക്കിലി വെക്കണ്ട ഗതികേടാന്ന് തോന്നുന്നു. ഇടയ്ക്കൊന്നും ഒറ്റയൊക്കെ വണ്ടി റോഡിൽ കൂടെ പോകുന്നുണ്ട്.
ഏതോ ഒരു വണ്ടി വരുന്ന സ്വരം അല്ല, നമ്മുടെ വണ്ടിയുടെ സ്വരം നല്ലോണം അറിയാൻ പറ്റും. ബുള്ളറ്റാ. എത്ര ദൂരേന്നാണേലും അതിൻ്റെ സ്വരം മാത്രം പിടിച്ചെടുക്കും. മാത്രം നല്ലപോലെ മനസ്സിലാവും. ഇത് ഞാൻ തുണി വെക്കുന്ന റാക്ക്. അയ്യോ, മാത്രം മനസ്സിലായി. അയ്യോ യോ 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 മാറ്, തുറക്കട്ടടാ, മാറ് ഇടാ, മാറ്, തുറക്കട്ടെ. മാസം കേറ്റുമോന്ന് അറിയത്തില്ല. മാറ് മാറ് മാറേ മാറേ എടാ എടാ എടാ. ആ കേട്ടിക്കോ കേട്ടി. മാറ്. ഈ അരി മാത്രം അടങ്കലം പടപ്പിച്ച് നോക്കും. മതി 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 മതി, മാറടാ. ഓ, സമ്മതിച്ചു. താണ്ടാ അവിടെ പോയി ഒന്ന് മണപ്പീറാ. ഞാൻ ഇത് പിടിങ്ങാപ്പുറത്ത്. എടാ, ഈ ചൂട് തട്ടുന്നിടത്ത് നോക്കടാ. വേണ്ട, ഈ വണ്ടിയുടെ ചൂടുള്ളിടത്ത്. സമ്മതിച്ചു. മാറ് മാറ് മാറ്. ചെരുപ്പ് മാത്രം സമാധാനമായി, എനിക്ക് സമാധാനമായി. ആ, ഇതിന്റെ പേരെന്തുവാ? ഈ ചൂടുള്ളതിന്റെ സാധനത്തിന്റെ ഇതിന്റെ പേരെന്തുവാ? ആ, സൈലൻസർ. അവിടെ പോയി മണപ്പേറാ. മോഹൻ ഷൂന്ന് കേക്കും. ആ, ഉമ്മ ഉമ്മ